നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകാദശികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിലെ ഏകാദശി. എല്ലാ മാസത്തിലും 2 ഏകാദശികൾ വരുന്നുണ്ട്. അപ്രകാരം ഒരു വർഷത്തിൽ 24 ഏകാദശികൾ ഉണ്ടാകും. ചിലപ്പോൾ അത് 25 എണ്ണവും ഉണ്ടാകാറുണ്ട്. അമാവാസിക്ക് ശേഷവും പൗർണമിക്ക് ശേഷവും 11ാമത്തെ തിഥിയായിട്ടാണ് ഏകാദശി വരുന്നത്. ഏത് പക്ഷത്തിൽ വരുന്നു എന്നതിനനുസരിച്ച് ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നു. അതായത് അമാവാസി കഴിഞ്ഞ് 11ാമത്തെ ദിവസം ശുക്ലപക്ഷ ഏകാദശി എന്നും പൗർണമി കഴിഞ്ഞ് 11ാമത്തെ ദിവസം കൃഷ്ണപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നു. ഇതിൽ ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിക്കുന്നത്. വൈകുണ്ഠ ഏകാദശി ദിവസം മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുമെന്നാണ് വിശ്വാസം. മുക്കോടി ഏകാദശി എന്നും ഇതറിയപ്പെടുന്നു. വർഷത്തിലെ എല്ലാ ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിക്കുന്നതിന്റെ ഫലം വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇനി ഏകാദശി വ്രതം ആചരിച്ചു തുടങ്ങിയതിന് പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. പുരാണങ്ങൾ അനുസരിച്ച് ഏകാദശി എന്നത് ഒരു ദേവിയാണ്. ഒരിക്കൽ മുരൻ എന്നു പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. ബ്രഹ്മാവിൽ നിന്നും വരം ലഭിച്ച മുരൻ അജയ്യനായി തീർന്നു. അഹങ്കാരിയായ മുരാസുരൻ ദേവന്മാരുൾപ്പെടെ എല്ലാവർക്കും ഉപദ്രവകാരിയായി. മുരന്റെ അക്രമം സഹിക്കാനാവാതെ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. മഹാവിഷ്ണു മുരാസുരനുമായി ഏറ്റുമുട്ടി. ബലശാലിയായ മുരാസുരനുമായുള്ള യുദ്ധം വർഷങ്ങൾ നീണ്ടുപോയി. യുദ്ധത്തിനിടയിൽ മഹാവിഷ്ണു വിശ്രമിക്കാനായി ബദരികാശ്രമത്തിനടുത്തുള്ള സിംഹാവതി എന്ന ഗുഹയിലെത്തി യോഗനിദ്രയിലാണ്ടു. വിഷ്ണുവിനെ പിന്തുടർന്നു വന്ന മുരൻ ഭഗവാനെ വധിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തന്നെ ഭഗവാന്റെ ദിവ്യദേഹത്തിൽ നിന്നും ഒരു ദേവി പ്രത്യക്ഷയായി. മുരാസുരനുമായി ദേവി യുദ്ധം ചെയ്യുകയും മുരനെ വധിക്കുകയും ചെയ്തു. യോഗനിദ്രയിൽ നിന്നുണർന്ന മഹാവിഷ്ണു ദേവിയുടെ പ്രവൃത്തിയിൽ സന്തുഷ്ടനാവുകയും ദേവിക്ക് ഏകാദശി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ദേവിയോട് എന്തു വരം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഏകാദശി ദേവിയെ സ്മരിച്ചുകൊണ്ട് ആരൊക്കെ വ്രതം അനുഷ്ഠിക്കുന്നുണ്ടോ അവർക്ക് അവരുടെ പാപങ്ങളിൽ നിന്നും മോചനമുണ്ടാകണം എന്നാവശ്യപ്പെട്ടു. ദേവിയുടെ ആഗ്രഹം സാധിക്കുമെന്നും ഒപ്പം ഏകാദശി ദിവസം പൂർണ്ണ ഭക്തിയോടെ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഭഗവാന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് പ്രവേശനം ലഭിക്കുമെന്നും അറിയിച്ചു. അങ്ങനെയാണത്രേ ആദ്യമായി ഏകാദശി വ്രതം ആരംഭിച്ചത്. ദശമി, ഏകാദശി, ദ്വാദശി എന്നിങ്ങനെ 3 ദിവസങ്ങൾ ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായ ഉപവാസമാണ് ഏകാദശിയിൽ മുഖ്യമായും അനുഷ്ഠിക്കുന്നത്. ഏകാദശിയുടെ തലേദിവസം അതായത് ദശമി നാളിൽ ഒരു നേരം ഭക്ഷണം എന്നാണ് വിധി. അതിന് സാധിക്കാത്തവർ അരിയാഹാരം ഒഴിവാക്കി ലളിതമായ രീതിയിലുള്ള മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. ചിലർ ഏകാദശി നാളിൽ തുളസി തീർത്ഥം കഴിച്ചുകൊണ്ട് ഉപവസിക്കാറുണ്ട്. മറ്റു ചിലർ പാലും പഴങ്ങളും പോലെ ലളിതമായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഏത് രീതിയാണോ ഉചിതം അത് സ്വീകരിക്കാവുന്നതാണ്. ഏകാദശി ദിവസം ക്ഷേത്ര ദർശനം അതീവ പ്രാധാന്യം അർഹിക്കുന്നു. മിക്കവാറും എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഒരു വാതിലിൽ കൂടി കയറി ഭഗവാനെ തൊഴുത് മറ്റൊരു വാതിലിലൂടെ പുറത്തു വരുന്നത് പ്രധാന ചടങ്ങാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്വർഗവാതിൽ കടക്കുന്നതായാണ് സങ്കല്പം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം, ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം എന്നിങ്ങനെ മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും സ്വർഗവാതിൽ ഏകാദശി വളരെ പ്രാധാന്യത്തോടെ ആചരിക്കാറുണ്ട്. ഇതിൽ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ശ്രീരംഗം ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കും. സ്വർഗവാതിൽ ഏകാദശി ദിവസം ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പിറ്റേന്ന് ദ്വാദശിയിൽ ആചാര്യന്മാർ തയ്യാറാക്കിയ സമയമനുസരിച്ച് പാരണ വീടാവുന്നതാണ്. വ്രതം അവസാനിപ്പിക്കുന്ന സമയമാണ് പാരണ എന്നുദ്ദേശിക്കുന്നത്. അന്നേ ദിവസം ദാനധർമ്മങ്ങൾ നടത്തുന്നത് വളരെ നല്ലതാണ്. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ചേർന്ന് വരുന്ന 12 മണിക്കൂർ സമയത്തെ ഹരിവാസരം എന്നാണ് പറയുന്നത്. ഏകാദശി വ്രതകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം. ഈ സമയം ഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും പുണ്യദായകരമാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. പല പുരാണ സംഭവങ്ങളും ഏകാദശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭീഷ്മ പിതാമഹൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ പാണ്ഡവർക്ക് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത് ഒരു ഏകാദശി ദിനത്തിലായിരുന്നു അത്രേ. അതിനാൽ വർഷത്തിലെ ഒരു ഏകാദശി ഭീഷ്മ ഏകാദശി എന്നറിയപ്പെടുന്നു.
ശ്രീകൃഷ്ണൻ കുചേലനെ കുബേരനാക്കിയതും അർജുനൻ ശ്രീകൃഷ്ണനിൽ നിന്നും ഗീതോപദേശം സ്വീകരിച്ചതും ഏകാദശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വർഷം അതായത് 2023 2 പ്രാവശ്യമാണ് വൈകുണ്ഠ ഏകാദശി വരുന്നത്. ആദ്യത്തേത് ജനുവരി മാസം നമ്മൾ ആചരിച്ചിരുന്നു. രണ്ടാമത്തെ വൈകുണ്ഠ ഏകാദശി ഡിസംബർ മാസം 23-ാം തീയതി ശനിയാഴ്ചയാണ് വരുന്നത്. ശനിയാഴ്ച ദിവസം മഹാവിഷ്ണുവിന് വിശേഷപ്പെട്ട ദിവസമാണ്. ആ ദിവസം തന്നെ ഏകാദശിയും വരുന്നതിനാൽ ഡിസംബർ 23-ാം തീയതി വരുന്ന വൈകുണ്ഠ ഏകാദശിക്ക് വളരെയധികം പ്രത്യേകതയുമുണ്ട്. എല്ലാ വ്രതാനുഷ്ഠാനങ്ങൾക്കു പിന്നിലുമുള്ള പ്രധാന ലക്ഷ്യം ആത്മനിയന്ത്രണമാണ്. മനസ്സിനെയും ചിന്തകളെയും നിയന്ത്രിച്ചുകൊണ്ട് ഈശ്വര ചിന്തയോടെ നന്മയുടെ പാതയിലേക്ക് സഞ്ചരിക്കുക എന്നതാണ് ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിഷ്ണുപ്രീതിയിലൂടെ മോക്ഷപ്രാപ്തി നേടാൻ ഏറ്റവും അനുയോജ്യമായ വ്രതമാണ് ഏകാദശി വ്രതം. മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം ഇഹലോക സുഖവും പരലോക സുഖവും പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ കൂടി പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.